ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഈ ലവ് ഫെയിലുവേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരിൽ ഒരുപാട് ലവ് ഫെയിലുവേഴ്സ് മീറ്റ് ചെയ്യുന്നു. നേരത്തേക്കാൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതായത് ലവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ചു കാലം നന്നായി പോകുന്നു, ഒരു ചെറിയ ഒരു കാര്യം വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഒരു ഇഷ്യൂസ് അവിടെ ക്രിയേറ്റ് ആവുന്നു, പെട്ടെന്ന് തന്നെ വിട്ടുപോകുന്നു, വേറൊരാളെ പിടിക്കുന്നു. അപ്പോൾ ഈ ഇപ്പുറത്തെ നിൽക്കുന്ന സൈഡ് ആള് അയാൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു, അയ്യോ എന്നെ വിട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമായിട്ട് അതിശക്തമായ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഊണ്ടൻ എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ലിവ് ടുഗദറിൽ ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിവ് ടുഗദറായിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതം ആരംഭിക്കുന്നു. അവിടെയും നമുക്ക് ഒന്നും ചിലപ്പോഴൊക്കെ ഒരു മിസ്മാച്ചിങ്, ആ മിസ്മാച്ചിങ്ങുകളൊക്കെ ഒന്ന് ഒന്ന് സംസാരിച്ച് കറക്റ്റ് ചെയ്ത് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയും പെട്ടെന്ന് തന്നെ ഒരാളെ ഇട്ടിട്ടങ്ങ് പോവുക. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ ഇട്ടിട്ട് പോയ ആൾ വെറുതെ നിൽക്കുന്നില്ല, അയാൾ വേറൊരു ലവിനെ അല്ലെങ്കിൽ വേറൊരാളിനെ കണ്ടെത്തി പോവുക. ഇദ്ദേഹം ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആള് വളരെ വിഷമിക്കുന്നു, അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. കല്യാണം കഴിഞ്ഞു വരുന്നത് ഒരു ഡൈവേഴ്സുമായി ബന്ധപ്പെട്ടവർ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി പറ്റാഞ്ഞിട്ട് അവിടെ ആ ഡ്യൂറേഷൻ ഒരുപാട് എടുക്കുന്നുണ്ട്. അവിടെ ഓക്കെ, അത് വേറൊരു സിനാറിയോ. ഇത് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞാലും ഒരു ചെറിയ വിഷയം വന്നാലും ഉടനെ അതൊന്നും അവർക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു സൈഡ്, അതായത് ഒരാൾ മാത്രം അതിശക്തമായി സഫർ ചെയ്യുന്നു, മറ്റാള് വളരെ സിമ്പിൾ ആയിട്ട് ഇട്ടിട്ട് പോകുന്നു. അപ്പൊ വളരെ ഒരു സങ്കടകരമായ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ, ഈ വിഷമിക്കുന്ന ആള് ചിലപ്പോൾ ശരിയാവുമായിരിക്കാം, ബട്ട് അയാൾക്ക് ഒരുപാട് സമയമെടുക്കുന്നു. അയാൾ ഈവൻ ആത്മഹത്യ പോലെ ഉള്ള കാര്യങ്ങൾക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു കോൺട്രാക്ട് അവിടെ ഇല്ല. ആ ഒരു കോൺട്രാക്ട് ഇല്ലാത്തതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കോൺട്രാക്ട്? അതായത് സ്നേഹം, ബോണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ 10 പേര് അറിയാത്ത ഒരു കാര്യം അറിഞ്ഞ് നമ്മളൊരു സർട്ടിഫിക്കറ്റിലോട്ട് പോയി അവിടെ ഒരു കോൺട്രാക്ട് ഇട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ അത് നോക്കണം, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അതാണ് ഇന്ന് നിങ്ങൾക്കും കൂടെ അത് ഒരു ചർച്ചയ്ക്കുള്ളൊരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച്.